إلا وأنتم مسلمون ولقد جئتمونا فرادا كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ ഈ കോവിഡിൻ്റെ ഇടവേളയ്ക്ക് ശേഷം പെരിന്തൽമണ്ണയിൽ വളരെ കാലമായി മുടങ്ങാതെ നടന്നു വന്നിരുന്ന 3 മാസത്തിലൊരിക്കലോ 2 മാസത്തിലൊരിക്കലോ ഒക്കെ ആയി നമ്മൾ സംഘടിപ്പിച്ചിരുന്ന പ്രൊഫഷണലുകളായ ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിച്ച ഈ ഫോക്കസ് പ്രോഗ്രാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടണങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ പരിപാടി വളരെ ഭംഗിയായി നടന്ന ഒരു പ്രദേശമാണ് പെരിന്തൽമണ്ണ. അത് വീണ്ടും പുനരാരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഫോക്കസ് ഈ സന്ദർഭത്തിൽ നടക്കുന്നതിൻ്റെ മറ്റൊരു സവിശേഷത കൂടെയുണ്ട്. പെരിന്തൽമണ്ണ ഒരു പുതിയ പ്രോഗ്രാമിന് വേദിയാവുകയാണ്. നമുക്കറിയാം, ഏകദേശം 25 വർഷത്തോളമായി പ്രൊഫഷണൽ ക്യാമ്പസുകളിൽ കുട്ടികളെ ഇസ്ലാമികമായ വെളിച്ചം പകർന്നു നൽകാൻ നമ്മൾ സംഘടിപ്പിച്ചിരുന്ന പരിപാടിയാണ് പ്രോഫ്കോൺ. ആ പ്രോഫ്കോൺ 4 നൂറ്റാണ്ടുകാലമായി തുടർന്നു വരുന്ന പ്രോഫ്കോണിന് ശേഷം ആദ്യത്തെ പ്രോഫ്കോണിൽ പങ്കെടുത്ത ആൾ ഏകദേശം 25 വർഷം 24-25 വർഷം കഴിഞ്ഞു. അപ്പോൾ 25 വർഷം മുമ്പ് ഒരു പ്രൊഫഷണൽ ക്യാമ്പസിൽ പഠിച്ചിരുന്ന ഒരു വ്യക്തി ഇന്ന് എവിടെ എത്തിയിട്ടുണ്ടായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നൊരു കാര്യമാണ്. ഒരു 10-20 കൊല്ലത്തെ സർവീസ് എന്തായിരുന്നാലും ജോലി രംഗത്ത് ഉണ്ടായിരിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി അടുത്തൊരു സ്റ്റെപ്പ് നിലക്ക് പ്രൊഫഷണലായ ആളുകൾക്ക്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒരു കുടുംബ സമ്മേളനം അതിന് വേദിയാവുകയാണ് ഇൻഷാ അല്ലാഹ് പെരിന്തൽമണ്ണ ജനുവരി 8-9. അതിൽ പങ്കെടുക്കേണ്ടവർ തന്നെയാണ് നമ്മളെല്ലാവരും. കുടുംബത്തോടു കൂടെ അത് ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് വീണ്ടും ഫോക്കസ് ഇവിടെ പുനരാരംഭിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് തന്നെ നമ്മുടെ സംഘാടകർ ഈ ഒരു ഫോക്കസിന് തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം വീണ്ടും നമ്മളെ ഒന്ന് ഉത്ബോധിപ്പിക്കുക, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു പുനരവലോകനത്തിന് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തൽ എന്നതാണ് സത്യത്തിൽ ഇന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു വിഷയം. തിരക്കൊഴിയുന്ന ദിവസം എന്നാണ് ഇന്ന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. തിരക്കൊഴിയുന്ന ഒരു ദിവസം, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്ദേശം നൽകുന്ന ഒരു ഹെഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് ആവർത്തിച്ച് പറയുന്നില്ല. അത്തരമൊരു ആശയത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തണമെന്ന് തോന്നിയ ഏതാനും ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഈ സംസാരത്തിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ക്ഷുഭിതനായിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബനാഥനെക്കുറിച്ച് അയാളുടെ ഭാര്യ വല്ലാതെ വിഷമിച്ച് ബുദ്ധിമുട്ടി അവർ പറഞ്ഞു. ഏകദേശം 65 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. അപ്പം അയാൾ എന്തിനാണ് ഇങ്ങനെ ക്ഷുഭിതനാകണത്? അതാണ് അവരുടെ സംശയം. എപ്പോഴും അയാൾ ഏത് സന്ദർഭം ജീവിതത്തിൽ കിട്ടിയാൽ അവിടെയൊക്കെ അയാൾ വളരെയധികം ദേഷ്യത്തോടു കൂടെയാണ് പെരുമാറുന്നത്. അപ്പോൾ അവരുടെ കുടുംബ അവസ്ഥ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നങ്ങളുടെ ഒരു അവസ്ഥയൊന്നും അവർക്കില്ല. അവർക്കൊക്കെ പെൺകുട്ടികളാണ്. അവരൊക്കെ വളരെ വിവാഹം കഴിഞ്ഞ് ആ പെൺകുട്ടികൾ മുഴുവനും വളരെ സ്വസ്ഥവും സമാധാനവുപരമായിട്ടുള്ള കുടുംബജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നു. വളരെ അടുത്ത സമയത്താണെങ്കിലും നല്ല ഒരു മനോഹരമായ ഒരു കൊച്ചു വീട് അവർക്ക് സ്വന്തമായി ഉണ്ടായിട്ടുണ്ട്.
രോഗങ്ങളുണ്ടെങ്കിലും ജീവിച്ച് മുന്നോട്ട് ഗുളികയും മരുന്നൊക്കെ കഴിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു ആരോഗ്യാവസ്ഥ അവർക്കുണ്ട്. അപ്പോൾ വളരെയധികം തവണ അയാളുടെ ഈ ഒരു ദേഷ്യവും ക്ഷുഭിതാവസ്ഥയെയും കുറിച്ച് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ വിചാരിച്ച്. അപ്പോൾ മനസ്സിലായ ഒരു കാര്യം അത് വളരെ വലിയൊരു ആശയമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ തുടക്കത്തിൽ അത് പറയാൻ കാരണം. അദ്ദേഹത്തിന് സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ജീവിതത്തിൽ നല്ല അവസരങ്ങൾ കിട്ടിയ ഒരു വ്യക്തിയാണ്. ഗൾഫിലും നാട്ടിലൊക്കെ ധാരാളം സമയവും അവസരവും സാഹചര്യവും കിട്ടിയ വ്യക്തിയാണ്. പക്ഷെ അയാൾ ഒന്നും ചെയ്തില്ല. ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഒന്നും ചെയ്തില്ല. ഈ കുട്ടികളെ വിവാഹം കഴിച്ചു കൊടുത്തതിൽ അയാൾക്ക് യാതൊരു പങ്കുമില്ല, ഒരു പങ്കുമില്ല. ഒക്കെ ആ കുട്ടികളുടെ ഉമ്മ, അയാളുടെ ഭാര്യ മാത്രം ചെയ്തതാണ്. നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹായം കൊണ്ട് മാത്രം ചെയ്തതാണ്. ഇന്നിപ്പോൾ ഒരു വീട്ടിൽ അയാൾ താമസമാക്കുന്നു. ആ വീടിലും അയാൾക്കൊരു പൈസയുടെ പങ്ക് പോലുമില്ല. വിൽക്കാനോ എടുക്കാനോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സമ്പാദിച്ചു വെച്ചതിൽ നിന്ന് എടുക്കാനോ ഒന്നും അയാൾക്കില്ല. ഒന്നും കയ്യിലില്ല, ഒന്നും അയാൾ കൊടുത്തിട്ടില്ല. അപ്പം അയാൾ എന്തിനാ ക്ഷുഭിതനാകണമെന്നറിയോ? അയാൾ നല്ലൊരു വീട്ടിൽ സമയത്ത് ഭക്ഷണം കഴിച്ച് മക്കളെല്ലാവരും വിവാഹം കഴിഞ്ഞ സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരികയും അവരിങ്ങനെ ആഘോഷമായി ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അയാൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ, അയാളൊരു മൂലയിരുന്ന് ആലോചിക്കുന്നത് ഇതിൽ എനിക്കൊരു പങ്കുമില്ലല്ലോ എന്നാണ്. അതാണ് അയാളുടെ പ്രശ്നം. എനിക്കിതിലൊരു പങ്കുമില്ല എന്നാണ്. ഈ വീട്ടിൽ എനിക്കൊരു പങ്കില്ല, എൻ്റെ മക്കൾ ഈ അവസ്ഥയിലെത്തിയിൽ എനിക്കൊരു പങ്കുമില്ല. അപ്പോൾ സ്വാഭാവികമായും അയാൾക്കൊരു തോന്നലുണ്ട്, ഞാനിതൊന്നും ചെയ്യാത്തത് കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് എനിക്ക് അർഹിക്കുന്നൊരു റെസ്പെക്റ്റ്, എനിക്ക് ആദരവ് എനിക്ക് തരുന്നില്ലേ, എൻ്റെ മക്കൾ ഞാനൊന്നും ചെയ്തു കൊടുക്കാത്തത് കൊണ്ട് അവർക്കൊരു പിതാവെന്ന നിലക്കുള്ള ഒരു ബഹുമാനം എന്നോടില്ലേ എന്നൊക്കെയുള്ള സംഗതികൾ അയാൾക്കുണ്ട്. അപ്പം അയാളിപ്പോൾ ചെയ്യണത് എന്താണെന്ന് വിചാരിച്ചാൽ, ഭാര്യയെ ചീത്ത പറയുക, അവളെ നിയന്ത്രിക്കുക, വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ഇപ്പം അയാൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്, കുടുംബത്തിന് വേണ്ടി ജീവിതം മുഴുവനും നീക്കിവെച്ച് ക്ഷീണിച്ചവശനായി ഒരു മൂലയിൽ കിടക്കുമ്പോൾ ആ വലിയ സാമ്രാജ്യത്തിൻ്റെ, കുടുംബമാകുന്ന സാമ്രാജ്യത്തിൻ്റെ ആ ഭരണാധിപത്യം എൻ്റെ കയ്യിൽ തന്നെയാണെന്ന് ഭാര്യയെയും കുട്ടികളെയും ബോധ്യപ്പെടുത്താനാണ് അയാൾ ക്ഷുഭിതനാകുന്നത്. വേറെ പ്രശ്നമൊന്നും അയാൾക്കില്ല. അപ്പോൾ അവരെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചും പ്രയാസപ്പെടുത്തിയും തൻ്റെ രക്ഷകർത്തൃത്വം തെളിയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അയാൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അത് അംഗീകരിച്ചും ആദരിച്ചും അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് വലിയ പ്രശ്നമല്ല. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് അയാൾക്കത് വന്നുകൊണ്ടിരിക്കും. ഞാനിതും കൂടി പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ കുറേ വഴി പിന്നിട്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നമുക്കൊക്കെ ഇഷ്ടം പോലെ അവസരങ്ങൾ കിട്ടി, പലതിനും വിനിയോഗിക്കുവാനുള്ള ഇഷ്ടം പോലെ പണം കയ്യിൽ വന്നു, സമയം കയ്യിൽ വന്നു, ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആയുസ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്വയം ആലോചിക്കുകയാണ്, ഒരു ജീവിതത്തിൽ എപ്പോഴും ഒരു പേടി ഉണ്ടല്ലോ മനസ്സിൽ, ഒരു ഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. എന്താണ് ആ പേടി എന്ന് ചോദിച്ചാൽ, മരിക്കുന്ന എല്ലാവർക്കും അറിയാലോ. അതെന്താ വെച്ചാൽ, ആരും ഉത്ബോധിപ്പിക്കാതെ, ആരും പറയാതെ, എത്ര മറന്നാലും മനസ്സിൻ്റെ ഒരു കോണിൽ ഒരു തിരിച്ചുപോക്കിൻ്റെ ഭീഷണി നമ്മുടെ മുന്നിൽ എപ്പോഴും ഉണ്ട്. അത് സന്തോഷ സന്ദർഭങ്ങളിലും ദുഃഖ സന്ദർഭങ്ങളിലും എല്ലാം നമ്മളെ അലട്ടും. മരിക്കണമല്ലോ, മരിക്കുമല്ലോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഭീതി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഭീതിക്കൊരു ഉത്തരം വേണമല്ലോ. ഞാൻ മരിക്കും എന്ന് പറയുമ്പോൾ എനിക്ക് സമാധാനിക്കാനൊരു ഉത്തരം വേണമല്ലോ. ആ ഉത്തരത്തിന് വേണ്ടി നാം പരതുമ്പോൾ അവിടെയാണ് നമ്മുടെ ജീവിതത്തിലെ അവസരങ്ങൾ, നമ്മുടെ വലിയ സാമ്പത്തിക സൗകര്യങ്ങൾ, നമ്മുടെ സമയം, നല്ല യുവത്വം, ആരോഗ്യം, കർമ്മശേഷി, ഇതൊക്കെ എത്ര കണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് സീറോ ആണെങ്കിൽ, അത് നമ്മുടെ ജീവിതത്തിലുള്ള അവസരങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ അത് കുറവാണെങ്കിൽ വല്ലാത്തൊരു മാനസിക പ്രയാസം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മാനസിക പ്രയാസത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ ആ കുടുംബനാഥനെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. കാരണം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാനും കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുവാനും കുടുംബത്തെ നോക്കാനും ഒരു വാപ്പ എന്ന നിലക്കും ഭർത്താവ് എന്ന നിലക്കും 65 കൊല്ലത്തിൽ ഏകദേശം 10-40 കൊല്ലം ലഭിച്ചിട്ടും ഒന്നും ചെയ്യാതെ, ഒരു പൈസ പോലും ചെലവഴിക്കാതെ
ബീഡി വലിച്ച് സിഗരറ്റ് വലിച്ച് കുറച്ച് കള്ള് കുടിച്ച് എവിടെയൊക്കെ ഹോട്ടലിൽ കയറാൻ പറ്റും അവിടെയൊക്കെ കമ്പനി കൂടി ടൂറ് പോയി ഭക്ഷണം കഴിച്ച് ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ ജീവിച്ചിട്ട് ഇപ്പം ഇങ്ങനെ മരുന്ന് കുടിച്ചൊരു മൂലക്ക് കിടക്കുമ്പോൾ മക്കളെയും കുട്ടികളെയും വീടൊക്കെ കാണുമ്പോൾ ഇതിലെനിക്കൊരു പങ്കുമില്ലല്ലോ എന്നാലോചിച്ച മനോവേദനയാണ് അയാൾ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കൊക്കെ വരാൻ പോകണമാണ് സുഹൃത്തുക്കളെ. ഇത് എനിക്കും നിങ്ങൾക്കും ഒക്കെ വരാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. തിരിച്ചറിയുന്നത് എത്ര നേരത്തെയാണോ അത്രയും നല്ലതാണെന്നാണ് യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. എന്തെങ്കിലുമൊക്കെ ഒരു ഡ്യൂട്ടി ഇല്ലാത്ത ആൾക്കാർ ഇവിടെ ഇരിക്കണ ആൾക്കാരെ കൂട്ടത്തിൽ ആരും ഇല്ലല്ലോ. ഇപ്പം നമ്മൾ 8 മണിക്കോ 9 മണിക്കോ നമ്മുടെ ജോലി സ്ഥലത്ത് എത്തുന്നു. അപ്പം അത് ഒരു ഞാൻ ശമ്പളത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ, നാം ജോലി ചെയ്താലേ നമുക്ക് വേതനം കിട്ടൂ എന്ന് വരുന്ന സ്ഥലത്തല്ല ഞാൻ പറഞ്ഞു. ഒരു ഗവൺമെൻറ് ഉദ്യോഗത്തിലോ ജോലിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു ദിവസമോ 2 ദിവസം നമ്മൾ അലസനായാലും നമ്മൾ ഡ്യൂട്ടി കൃത്യമായി നിർവഹിച്ചില്ലെങ്കിലും ഒരുപക്ഷെ ശമ്പളം നമ്മളെ തേടി വന്നേക്കും, വേതനം നമുക്ക് നഷ്ടപ്പെടുമായിരിക്കില്ല. ഞാൻ പറഞ്ഞു വെറുതെ വന്ന് ഒപ്പിട്ടിരുന്ന് അവിടെ നിന്ന് കുറച്ച് എന്തെങ്കിലുമൊക്കെ അവരെ സന്തോഷം കിട്ടാൻ ചായ വാങ്ങി കുടിച്ച് അപ്പുറത്തൊരു വർത്തമാനം പറഞ്ഞ് തമാശ പറഞ്ഞ് ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സമയം കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു ജോലിയുടെ സംതൃപ്തി നമുക്ക് കിട്ടൂല. ഞാൻ പറഞ്ഞത് ആ ഒരു ജോലിയുടെ സംതൃപ്തി നമുക്ക് കിട്ടൂല. എന്നാൽ എത്ര കണ്ട് ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ ആത്മാർത്ഥമായി ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ അതിനനുസരിച്ചാണ് ആ ജോലി സ്ഥലത്ത് നമ്മുടെ സന്തോഷം. ഒരു സംശയക്കാര്യത്തിലില്ല. ഞാൻ ചെയ്യുന്ന ഡ്യൂട്ടി വളരെ നേരത്തെ എത്തി അത് വളരെ കൃത്യതയോട് കൂടെ ചെയ്താൽ മാത്രമേ എനിക്ക് ആ ജോലി സ്ഥലത്തൊരു സമാധാനവും സന്തോഷവും കിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ വാങ്ങുന്ന വേതനത്തിനനുസരിച്ചില്ല എന്ന് എപ്പോൾ മനസ്സ് പറയുന്നുവോ അയാൾക്ക് ആ ജോലി ചെയ്യണ ഓഫീസിൽ യാതൊരു മനസ്സമാധാനവും അയാൾക്ക് കിട്ടൂല. അപ്പോൾ സുഹൃത്തുക്കളെ, തികഞ്ഞ സന്തോഷത്തോടു കൂടെയും ആത്മാർത്ഥതയോടുകൂടെയും മനസ്സമാധാനത്തോടെയും ഈ ഭൂമിയിൽ ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന വാക്കും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങളും അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന ചില കാര്യങ്ങളൊക്കെ വളരെ അതിൻ്റെ ഗൗരവബോധത്തോടു കൂടെ പ്രവർത്തിക്കാത്ത ഒരാൾക്കും ഈ ജീവിതത്തെ സന്തോഷിക്കാനോ ജീവിതത്തിൽ സമാധാനം അടയാനോ ഒന്നും സാധിക്കൂല എന്നാണ്. കാരണം നമ്മളുടെ ഉത്തരവാദിത്വവും നമ്മുടെ ലക്ഷ്യവും നിറവേറാതെ മറ്റൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ അതൊരു പ്രത്യേക കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ട തിരിച്ചറിവ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കുറച്ച് എല്ലാ കാര്യത്തിനും വളരെ ഗൗരവവും സമയവും പണമൊക്കെ ചെലവഴിക്കുന്ന പോലെ തന്നെ ഞാൻ കുറച്ച് സമയം നിശ്ചയിച്ച് ചിലതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി എൻ്റെ പരലോകത്തിന് വേണ്ടി ഞാൻ ചെയ്തു വെച്ചില്ലെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടാകും എന്ന ഒരു ശരിയായ ബോധവും ശരിയായ ഒരു ആസൂത്രണം നമുക്ക് വേണം. നമ്മളൊക്കെ പലപ്പോഴും നാം സംഘടിപ്പിക്കുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ, അത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അവലോകനം, അത് നമ്മൾ നടത്തിയൊരു കല്യാണമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആകാം, യാത്രയാകാം, എന്തായാലും അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊരു ഫീഡ്ബാക്ക്, ഒരു ഇവാലുവേഷൻ നമ്മൾ നടത്തുമല്ലോ. അപ്പോൾ നടത്തുമ്പോൾ എല്ലാവരും പറയുന്നൊരു സ്ഥിരം പ്രയോഗമുണ്ട്. അപ്പോൾ ഈ പരിപാടി കഴിഞ്ഞാലും എന്ത് ചെയ്യും, ചിലപ്പോൾ ഇതിൻ്റെ സംഘാടകർ അവലോകനം നടത്തും. അപ്പോൾ എന്താ പറയുക, നമുക്ക് അടുത്ത പ്രോഗ്രാം ഒന്നും കൂടി പ്ലാൻ ചെയ്ത് നടത്തണം അല്ലേ പറയുന്നത്, ഒന്നും കൂടി നമുക്കൊന്ന് പ്ലാൻ ചെയ്യണം. ഇത് വിജയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് അടുത്തത് ഒന്നും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാമെന്ന് നമ്മൾ പറയലുണ്ട്. ആ പ്ലാൻ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നത് ബോധപൂർവമാണ് നമ്മൾ പറയണത്. ഞാൻ ചോദിക്കുന്നത്, ഇതേ തോന്നൽ ഒരു ജീവിതം പൂർത്തിയാക്കുമ്പോൾ നമുക്കുണ്ടാവില്ലേ, ഒന്നും കൂടി ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു എന്ന് അല്ലേ, ഒന്നും കൂടി ഒന്ന് പ്ലാൻ ചെയ്യായിരുന്നു എന്ന് നമുക്ക് തോന്നൂലേ? ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് പ്ലാൻ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? ഒരു കാര്യമില്ല. കാരണം പ്ലാൻ ചെയ്യാൻ നല്ല സന്ദർഭവും നല്ല സമയവും അവസരവും നമുക്ക് ലഭിച്ചപ്പോൾ അതിനെ പാഴാക്കി കളഞ്ഞ് പിന്നെ നമ്മൾ എല്ലാം കഴിഞ്ഞ ഒരു അവലോകനത്തിൻ്റെ സമയമെത്തുമ്പോൾ പ്ലാൻ ചെയ്യാമായിരുന്നു എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമല്ല. അതുകൊണ്ട് നല്ല പ്ലാനിങ്ങോടുകൂടെയും ആലോചനയോടുകൂടെയും ഒരു ദിവസവും നഷ്ടപ്പെടാതെ ഉപയോഗപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നവന് മാത്രമേ യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും കിട്ടുള്ളൂ. തിരക്കൊഴിയുന്ന ദിവസം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, നമ്മുടെ ആളുകൾക്കുള്ള ആവശ്യം കുറഞ്ഞിങ്ങനെ വരും. ഞാൻ കോളേജിൽ നിന്ന് ഇൻ്റർവെല്ലിന് വിട്ടാൽ ചായ കുടിക്കാൻ വേണ്ടി പോകണം, കുറച്ച് ദൂരം നടന്നു പോകണം. അപ്പോൾ അടുത്ത ദിവസമാണ് നമ്മളെ കോളേജിലൊക്കെ ക്യാൻറ്റീൻ വന്നു. അപ്പോൾ അങ്ങനെ നടന്നു പോകുമ്പോൾ
ഞാനൊരു പ്രായമായ ആളെ സ്ഥിരം കാണാറുണ്ട്. ആ പ്രായമായ ആള് കാലിലൊക്കെ നീര് വന്ന അയാൾ ആ വരാന്തയിലുണ്ടാവും. ഞാൻ പോകുന്ന സമയത്ത് നല്ല കടുപ്പമുള്ള ഒരു ചായ കയ്യിൽ പിടിച്ചാണ് എന്നും ഞാൻ അയാളെ കാണല്. ഞാൻ ചായ കുടിക്കാൻ പോണ സമയത്ത് തന്നെ ആയിരിക്കും അയാൾ ചായ കുടിക്കുന്നുണ്ടാകാറ്. പക്ഷെ ആ ഇരുത്തുണ്ടല്ലോ നിങ്ങൾ, എത്ര കാലം അയാൾ തുടങ്ങിയിട്ട് നിങ്ങൾ ആ ഇരുത്തം, കാത്തിരിപ്പ്, അത് വേണ്ടാത്തൊരു കാത്തിരിപ്പാണ്. അയാളെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു പിതാവെന്ന നിലക്കോ കുടുംബനാഥൻ എന്ന നിലക്കോ അയാളെ പരിചരിക്കുകയാണ്. അയാൾക്ക് ചുറ്റും ഇപ്പോൾ തിരക്കില്ല. അയാൾക്ക് ചുറ്റും ഇപ്പോൾ തിരക്കില്ല. എനിക്കും നിങ്ങൾക്കും ചുറ്റിൽ ഇപ്പോൾ തിരക്കുണ്ട്. നമ്മുടെ ഫോണുകൾ നിരന്തരം ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മെ തേടി ആളുകൾ വരുന്നുണ്ട്. നമ്മളെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ ഫോണിലേക്ക്, ഓഫീസിലെ ഫോണിലേക്ക് ആളുകൾ വിളിക്കുന്നുണ്ട്. എന്നാൽ സുഹൃത്തുക്കളെ, പ്രായമാകുമ്പോൾ ജീവിതത്തിൻ്റെ ഒരവസാനത്തിലേക്ക് എത്തുമ്പോൾ മെല്ലെ മെല്ലെ ആളുകൾ മാറിപ്പോകും. ഭാര്യ മരിച്ചു പോകും, ഭർത്താവ് മരിച്ചു പോകും, മക്കളൊക്കെ വിവാഹം കഴിഞ്ഞു പോകും, എല്ലാം വീടുകൾ തിരക്കൊഴിയും. നമ്മളെ തേടി ആരും പെട്ടെന്ന് അത്ര അത്യാവശ്യമാവില്ല. നമുക്ക് നമ്മുടെ പ്രാക്ടീസോ നമ്മുടെ ജോലികളോ കഴിയാതെ വരും. ഇങ്ങനത്തെ ഒരു സമയം വരുമ്പോഴായിരിക്കും നാം ഏകാന്തമായി ചിന്തിക്കുക, ഞാൻ എന്തിനായിരുന്നു, ഞാൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്, ഞാൻ എന്തിനായിരുന്നു എന്നൊക്കെ ആ സമയത്ത് നമ്മൾ ആലോചിക്കും. ഇതൊക്കെ ഒന്ന് നേരത്തെ ആലോചിക്കണമെന്ന് എത്ര വചനങ്ങളിലാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. അത്തരമൊരു വചനമാണ് ഞാൻ തുടക്കത്തിൽ ഓതിയത്. ഒരു വല്ലാത്ത പ്രയോഗമാണത്. ഒറ്റയ്ക്ക് നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഒറ്റയ്ക്ക് നിങ്ങൾ എൻ്റെ അടുക്കൽ വരും, ഒറ്റയ്ക്ക് വരും. കാര്യപ്പെട്ടാലും പിന്നാലെയൊക്കെ 10-20 ആൾക്കാരൊക്കെ പരിചാരകരുണ്ടാവും, ആൾക്കാരുണ്ടാവും, കൂട്ടുകാരുണ്ടാവും. ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ 100 കണക്കിന് ഫോണുകൾ അന്വേഷിച്ച് വരും. എന്നാൽ സുഹൃത്തുക്കളെ, ഒറ്റയ്ക്ക് വരും. വലക്കത് ജിത്തുമൂനാ ഫുറാദ, നിങ്ങൾ ഒറ്റയ്ക്ക് എൻ്റെ അടുക്കൽ വരും. എല്ലാം ഒഴിവാക്കി നമ്മൾ ഒറ്റയ്ക്ക് വരും. എന്നിട്ടോ നിങ്ങളുടേതെന്ന് പറയാൻ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യുന്ന നിങ്ങൾ ഒഴിവാക്കും. നമ്മൾ മരിച്ചാലും ചിലപ്പോൾ ഡോക്ടർ എന്നുള്ള ബോർഡ് നമ്മൾ മുമ്പ് വെച്ചത് അവിടെ ഉണ്ടാവും. പല വീട്ടിലും പല സ്ഥലത്തിലും പോകുമ്പോൾ നമ്മൾ കാണലുണ്ട്. ആള് മരിച്ച് 10 കൊല്ലം കഴിഞ്ഞാലും ചിലപ്പോൾ ആ ബോർഡ് അവിടെ ഉണ്ടാവും. പക്ഷെ സുഹൃത്തുക്കളെ, ആ ബോർഡ് തേടി ആരും വരൂല. ആ ബോർഡേ അവിടെ ഉണ്ടാവുള്ളൂ. അതൊന്ന് തേടി അന്വേഷിച്ചാൽ 1-2 ദിവസമൊക്കെ ചിലപ്പോൾ ബെല്ലടിച്ച് നോക്കും, പിന്നെ ആരും കൊണ്ട് വരൂല. കാരണം ആ ഡെസിഗ്നേഷൻ നമ്മളിൽ നിന്ന് എടുത്തു. നിങ്ങൾക്ക് ഞാൻ അധീനപ്പെടുത്തി തന്നത് തിരിച്ചെടുത്തു കഴിഞ്ഞു. അതിന്റെ സമയം കഴിഞ്ഞു. ഇനി ഒന്നും നിങ്ങളുടേതല്ല. ആധാരത്തിൽ പേരുണ്ടാവും, പക്ഷെ ആധാരം നമ്മളുടേതല്ല. ഡെസിഗ്നേഷൻ നമ്മളെ പേര് എഴുതിച്ചിട്ട് ഓഫീസിലുണ്ടാവും, രജിസ്റ്ററിലുണ്ടാവും, പക്ഷെ ഒന്നും ഇപ്പം ആവശ്യമില്ല. നമ്മൾ ശരിക്കും അതിനെക്കുറിച്ചൊന്ന് ശരിക്ക് റിയലൈസ് ചെയ്ത് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മളൊന്നും അത് ശരിക്കും ഉൾക്കൊണ്ടിട്ടില്ല സഹോദരൻ. ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ പരിമിതമായൊരു ജീവിതത്തിന് വേണ്ടിയുള്ള അത്യധ്വാനത്തിനിടയ്ക്ക് ഒരു ചെറിയൊരു സീരിയസ്നെസ്, ഒരു വളരെ ചുരുങ്ങിയ ഒരു ഗൗരവം നമ്മൾ ഇതിനൊക്കെ കാണിക്കൂലേ? ഇതിനോടൊരു പ്രതിബദ്ധത യഥാർത്ഥത്തിൽ നമ്മൾ കാണിക്കും. മറ്റു പലരും ഇതിനൊക്കെ വേണ്ടി വല്ലാതെ ഇടങ്ങാറാകും, ബുദ്ധിമുട്ടും, ഫോൺ ചെയ്യും, പണം ചെലവഴിക്കും, സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ചിരിക്കും. ഇയാൾക്കൊക്കെ എന്താ പറ്റിപ്പോയത്, ഇതിനും വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നേരം കളയണോ എന്നൊരു പക്ഷേ ഒരു നല്ല സജീവമായി ദീനിൻ്റെ കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളെ കാണുമ്പോൾ എന്തോ ചെറിയൊരു ഒരു ബുദ്ധി കുറവുണ്ട് എന്ന് വിലയിരുത്തുന്നവർ പോലും പലപ്പോഴും കാഴ്ചക്കാരിലുണ്ട്. പക്ഷെ അവർക്കല്ല ബുദ്ധി കുറഞ്ഞു പോയത്. ബുദ്ധി കുറഞ്ഞത് അവർക്കാണ് ബുദ്ധി ഉള്ളത്. അവർക്കറിയാം തിരക്കൊഴിയുന്ന എല്ലാം വിട്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ നിന്ന് ഈ സൗകര്യങ്ങളൊക്കെ പോകുമ്പോൾ അപ്പുറത്തും ഒരു സൗകര്യം വേണ്ടേ, അവിടെയും ഒരു ചെയർ വേണ്ടേ, അവിടുത്തെ ചൂടിനും ഒരാശ്വാസം വേണ്ടേ, അവിടെയും ഒരു സമാധാനം വേണ്ടേ എന്ന് ചിന്തിച്ചവൻ കെയ്യിസാണ്. അൽ കെയ്യിസ്, സമർത്ഥൻ. ആരാണ് സമർത്ഥൻ? സ്വന്തം ജീവിതത്തെ സ്വയം കീഴ്പ്പെടുത്തി മരണത്തിനപ്പുറത്തേക്ക് വേണ്ടി ഇത്രയും വിദൂരത്ത് നിന്ന് എന്തോ ചെയ്യാൻ ശ്രമിക്കുന്നവൻ. അവനാണ് അൽ കെയ്യിസ്, സമർത്ഥൻ, ബുദ്ധിമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത് അവനെയാണ്. സ്വന്തം ദേഹേച്ഛകളെ കീഴ്പ്പെടുത്തി, സ്വന്തം താല്പര്യങ്ങളെ കീഴ്പ്പെടുത്തി, ആത്മനിയന്ത്രണം വരുത്തി നാളേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നവനാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു ആലോചന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്നായിരിക്കും. അവനവന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി
ഞാൻ പറയാണ്, ഒന്ന്, എത്ര അധികം ചെയ്യുന്നില്ല, ചെയ്യുന്നതിൽ ആത്മാർത്ഥത വേണം. ചെയ്യുന്നതിൽ ആത്മാർത്ഥത വേണം. പള്ളിക്ക് നമ്മൾ ജമാഅത്തിന് ആൾക്കാരെ കാണും. പക്ഷെ ചില ആൾക്കാർ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചാൽ നേരത്തെ വന്ന് ബാങ്കിൻ്റെ സമയത്ത് തന്നെ വന്നില്ലെങ്കിൽ ബാങ്ക് അവരെന്നെ കൊടുത്ത് കാത്തിരുന്ന് ഇക്കാമത്തിൻ്റെ സമയം വരെ പ്രാർത്ഥനയ്ക്ക് ഉത്തരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് ഖുർആൻ ഓതി ജമാഅത്ത് കാത്തിരുന്നെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞിട്ടും പിന്നെ കുറേ സമയം ഇരുന്നിട്ടൊക്കെ പോകും. എന്നാൽ ചില ആൾക്കാരെന്താ വെച്ചാൽ നിസ്കാരത്തേക്ക് ഇങ്ങോട്ട് എത്തി വേണമെങ്കിൽ ഒരു അത്തയ്യാത്തൊക്കെ കിട്ടിയ ഒരു ജമാഅത്ത് കിട്ടിയത് വരുത്തി വരും. ഞാൻ ആരെയും കുറ്റം പറയാനല്ല, തിരക്കുണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും പറ്റിക്കോളുന്നില്ല, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാൽ എല്ലാവരും ഒരേ 5 വക്തിനും 20-30 കൊല്ലം പള്ളിയിൽ പോയവൻ്റെയും ഉദ്ദേശം ഒന്നായിക്കോളുന്നില്ല. ഒരുത്തൻ്റെ ഉദ്ദേശം എന്താ, അവൻ്റെ വീട് ഈ പള്ളീൻ്റെ തൊട്ട് മുന്നിലാണ്. അപ്പം അതുകൊണ്ട് എന്താ വെച്ചാൽ എന്താ ഇപ്പം ഇയാളെ വീട് ഇവിടെ ആയിട്ടും അയാൾക്ക് ഈ പള്ളിക്ക് ഒന്ന് കയറിക്കൂടെ എന്ന ആൾക്കാർ ചോദിക്കണ്ടല്ലോ, ഏതായാലും നിസ്കരിക്കണം, അത് പള്ളിക്ക് ആക്കാം എന്ന് വിചാരിച്ചാലും ഒരു 20 കൊല്ലം ഒരാൾക്ക് ജമാഅത്തിന് പോയിക്കൂടെ. ഞാൻ പറഞ്ഞു, ഇപ്പം നമ്മളൊക്കെ ദായിമാരും പ്രബോധകന്മാരും പ്രസംഗന്മാരുമാണ്. നമ്മൾ ചിന്തിക്കുക എന്ത്, നമ്മളിപ്പോൾ ഇതിൻ്റെ പരിസരത്ത് താമസിക്കുമ്പോൾ നമ്മളിതൊക്കെ പറയുന്ന ആൾക്കാരല്ലേ, ഇപ്പം നമ്മൾ പള്ളി കാണണ്ടേ എന്നാണ് നീയത്തെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. ആത്മാർത്ഥമാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. സുഹൃത്തുക്കളെ, ആരെ സംതൃപ്തി, കല്യാണത്തിന് പോലും നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾക്ക് ഭക്ഷണം വേണ്ട, ആ ഭക്ഷണം നമുക്ക് കഴിക്കാൻ പറ്റൂല, നമുക്ക് തീരെ നേരല്ല. നമ്മൾ ആകെ കല്യാണത്തിന് പോകണത് എന്തിനറിയോ, ആ കല്യാണത്തിന് ക്ഷണിച്ച ആളെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചൊരു കൈ കൊടുത്തിട്ട് ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയാനാണ്. അതൊരു ബോധ്യപ്പെടുത്തലാണ്. അത് നല്ലതാണ്. ഞാൻ പറയും, ക്ഷണം സ്വീകരിക്കുന്നതിനോ ബോധ്യപ്പെടുത്തുന്നതിനോ ഒരു തെറ്റുമില്ല. ഞാനും ഈ ദീനിൽ ഉണ്ട് കേട്ടോ എന്ന് നമുക്ക് ആരെയാണ് സുഹൃത്തുക്കളെ ബോധ്യപ്പെടുത്താനുള്ളത്? ആരെങ്കിലും ബോധ്യപ്പെടുത്തണം. ചില ആൾക്കാർ വിളിക്കുമ്പോൾ പറയും, ഞാൻ ആ പള്ളിക്ക് തന്നെ ജുമാക്ക് വരില്ല, ആ പള്ളിക്ക് അയാൾ ജുമാക്ക് വരില്ല, നമ്മളെ കാണാനാ, നമുക്ക് ശ്രോതാക്കൾ ഉണ്ടാവാനാ ആണോ അയാൾ പള്ളിക്ക് വരുന്നത്? അയാൾ പള്ളിക്ക് വരുന്നത് ഓരോ കാലടിക്കും അയാൾക്ക് പ്രതിഫലം കിട്ടും, അയാൾക്ക് കൂലി കിട്ടും. അത് ആഗ്രഹിച്ച് വന്നാലേ അയാൾക്കത് ലഭിക്കൂ. ഞാൻ പറഞ്ഞ ഉദ്ദേശം വളരെ പ്രധാനമാണ്. ഞാൻ ഇത് വെറുതെ പറയല്ല, വളരെ മനോഹരമായ ഒരു ഉദാഹരണം ഒരു ഉപമ അള്ളാഹു സൂറത്തു അൽ ബഖറയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ആളുകൾ സമ്പത്ത് ചെലവഴിക്കുമല്ലോ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ടതാണ്. അത് ചെലവഴിക്കുന്നിടത്ത് 2 വികാരങ്ങളുണ്ട്. ഒന്നെന്താ അറിയങ്ങൾ, ആ കൊടുക്കണതിനൊരു കൂലി കിട്ടണം എന്ന് വിചാരിച്ച് വളരെ ആത്മാർത്ഥമായി ചെയ്യുന്ന ആളുകളുണ്ട്. എന്നാൽ സാധാരണഗതിയിൽ ഒരു ബഹുമാനവും ആദരവും ഒക്കെ കിട്ടാൻ എന്ത് ചെയ്യുക, നമ്മളങ്ങനെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കും അങ്ങനത്തെ ആളുകൾക്കൊക്കെ നമ്മൾ സംഭാവന കൊടുക്കും. അതൊന്നും ഇപ്പോൾ പിന്നെ കൊടുക്കണം, അത് കൊടുത്തില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്ന് വിചാരിച്ച് കൊടുക്കണമെന്നാണ്. അത് സംഭാവന തന്നെയാണ്, അതിന് റെസിപ്റ്റ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, എല്ലാ കാര്യവും ഉണ്ടാവും. അങ്ങനെ തന്നെ നമ്മൾ കൊടുക്കരുത്. നമ്മൾ ദീനിന് വേണ്ടി കൊടുക്കണം, അങ്ങനെയല്ലല്ലോ. ആത്മാർത്ഥമാവാത്ത ദാനധർമ്മങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്ന ഉദാഹരണം നോക്കുക, മനോഹരമായ ഉപമ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ. എടുത്തു പറഞ്ഞും ഉപദ്രവിച്ചും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ സ്വതക്കകളെ പാഴാക്കി കളയരുത്, നിങ്ങളുടെ ദാനധർമ്മങ്ങളെ പാഴാക്കി കളയരുത്. ഒട്ടുമിക്ക ആളുകളും എന്ത് ചെയ്യരുത്, ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊടുത്താൽ അവർക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കും, എന്തെങ്കിലും ഒരു റെസ്പെക്റ്റ് എങ്കിലും കാണുമ്പോൾ ഒരു ബഹുമാനമോ ഒരു നന്ദി സൂചകമായിട്ടൊരു നോട്ടമെങ്കിലും ഒരു പക്ഷേ പ്രതീക്ഷിക്കും. ഇനി അത് നോക്കിയില്ലെങ്കിലോ ബഹുമാനിച്ചില്ലെങ്കിലോ മനസ്സിൽ അതിൻ്റെ ഒരു വെറുപ്പും ഒരു പക്ഷേ മനസ്സിലുണ്ടാകും. എന്നിട്ട് പറയാണ്, കല്ലതയും ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അവർ കൊടുക്കുന്നത്. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവോ പരലോകമൊന്നും ആ സമയത്ത് അവർ മനസ്സിൽ വന്നിട്ടേ ഇല്ല, അങ്ങനെയാണ് അവർ കൊടുക്കുന്നത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഫമതലുഹു കമതലി സഫ്വാനിൻ അലൈഹി തുറാബ്. എത്ര മനോഹരമാണ്, പടച്ചോനെ പറയാൻ പറ്റുള്ളൂ. എന്താ ഉപമ? ഒരു നല്ല മിനുസമുള്ള പാറ, മിനുസമുള്ള പാറപ്പുറത്ത് കുറച്ച് മണ്ണ്, മിനുസമുള്ള പാറപ്പുറത്ത് കുറച്ച് മണ്ണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു മഴ പെയ്തു. മഴ പെയ്തപ്പോൾ എന്താ ഉണ്ടായത് നിങ്ങൾ? ആ പാറപ്പുറത്തെ മണ്ണ് മുഴുവനും ഒലിച്ചു പോയി. ഇതാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അമല് ചെയ്യുന്നവൻ്റെ ഉപമ. ആലോചിച്ച് നോക്കൽ ഒന്നും കാണാണ്ടാവില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറയാ, ചെറിയൊരു മനസ്സമാധാനത്തിന് വേണ്ടി എനിക്കും ഇങ്ങൾക്കൊക്കെ കുറേ ചെയ്തല്ലോ എന്നുള്ളൊരു ആത്മസംതൃപ്തി കിട്ടിയെന്ന് വിചാരിച്ചു. പക്ഷെ അത് ഈ പാറപ്പുറത്ത് പെയ്ത മഴ പോലെ ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്ന് ആലോചിക്കണം എന്ന് പറയണത് അതാണ്. നമ്മളൊന്ന് ആലോചിക്കണം, നമ്മൾ എത്ര കണ്ട് നിഷ്കളങ്കമായും എത്ര കണ്ട് ആത്മാർത്ഥമായിട്ടുമാണ് ചെയ്തത് എന്ന് നമ്മൾ ആലോചിക്കണം. അതിൻ്റെ മേലെ മഴ പെയ്തു.
ഫതറകഹു സ്വൽദാ. മിനുസമുള്ള പാറപ്പുറത്തെ മണ്ണിലേക്ക് മഴ പെയ്താൽ സുഹൃത്തുക്കളെ, ഒരു മണ്ണിന്റെ തരി അവിടെ ഉണ്ടാവൂ? ഒരു തരി അവിടെ ഉണ്ടാവൂ? ആത്മാർത്ഥമായി സ്വർഗവും നരകവും പരലോകവും പടച്ചവനും മനസ്സിലില്ലാതെ ചെയ്ത ഒരു കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ കാണില്ലെന്ന് പറഞ്ഞു തരാൻ ഇതിലേറെ മനോഹരമായൊരു ഉപമ എന്താണുള്ളത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മാത്രമല്ല, ഒന്നും കൂടെ മനസ്സിലാകും. അടുത്ത ആയത്തും കൂടെ വായിച്ചാൽ വമതലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഇബ്തിഗാഅ മർളാത്തില്ലാ. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവരുടെ വതസ്ബീതം മിൻ അൻഫുസിഹിം, വളരെ ആത്മാർത്ഥമായി ഉറച്ച വിശ്വാസത്തോടുകൂടെ പ്രതിഫലാഗ്രഹത്തോടുകൂടെ ചെയ്ത ആളുകൾ. കബതലി ജന്നത്തിൻ ബിറബ്വ, അവൻ്റെ ഉദാഹരണം ഒരു ജന്നത്ത് പോലെ. ജന്നത്ത് തോട്ടം എന്ന് പറഞ്ഞാൽ ഒരു മരല്ല സുഹൃത്തുക്കളെ, വ്യത്യസ്തങ്ങളായ ഒട്ടനവധി ഫലവൃക്ഷങ്ങളും മരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു തോട്ടം. ആ തോട്ടം എവിടെയെന്നാണ് പറഞ്ഞത്? ഓരോ വാക്കും ശ്രദ്ധിക്കണം, അള്ളാന്റെ വാക്കാണ്. ബിറബ്വ, ഉയർന്ന സ്ഥലത്ത്. എന്താ ഉയർന്ന സ്ഥലം? ഉയർന്ന സ്ഥലത്ത് ശരിക്കും സൂര്യപ്രകാശം തട്ടും, ശരിക്കും കാറ്റ് തട്ടും. സൂര്യപ്രകാശം വേണ്ടേ? ആ സൂര്യപ്രകാശവും കാറ്റും വരുന്ന ഒരു ഉയർന്ന സ്ഥലത്താണ് ആ തോട്ടമുള്ളത്. ആ തോട്ടം എന്തുമാത്രം ഫലഭൂയിഷ്ടവും ഫലപ്രാപ്തിയുമുള്ളതാണോ അതുപോലെ ചെയ്തത് മുഴുവനും, നമ്മൾ ചെയ്യണ പ്രവർത്തനങ്ങൾ മുഴുവനും കൂടുതൽ ഊർജ്ജസ്വലമായി വളർന്ന് ഇരട്ടിച്ച് വന്നുകൊണ്ടിരിക്കുക എന്നാണ്. അസ്വാബഹാവാബിൽ, അതുമ മഴ പെയ്താലോ? പാറമ്മ മഴ പെയ്ത പോലെയല്ല. പാറമ്മ മഴ പെയ്താൽ മണ്ണൊക്കെ ഒലിച്ചു പോകും. തോട്ടത്തിൽ മഴ പെയ്താലോ ആ തോട്ടം ഫലഭൂയിഷ്ടിയോടുകൂടെ വളരും, അടുത്ത കായ്ക്കനികൾ സമൃദ്ധമായി വരും. സുഹൃത്തുക്കളെ, ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒരിക്കലും നിന്നു പോകാതെ നിലച്ചു പോകാതെ അതിങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. എന്നാൽ പാറമ്മ മഴ പെയ്താലോ ഒന്നും കാണൂല. സുഹൃത്തുക്കളെ, അധികം ഒന്നും പറയണ്ട, ഈ ഒരു ആയത്ത് മാത്രം മതി. ഇത് സദക്കൈ ദാനധർമ്മങ്ങൾ മാത്രമല്ല, ജീവിതത്തിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായി നിഷ്കളങ്കമായി സ്വർഗത്തെയും പരലോകത്തെയും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുക. അതാണ് നമ്മളെല്ലാവരും, നാം ഒറ്റക്കായി തീരുന്ന നാളിൽ, നാം എല്ലാം അവസാനിച്ച് തീരുന്ന നാളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സമാധാനവും മനസ്സന്തോഷത്തിനും ഉപകരിക്കുന്ന ഒരു കാര്യം. മറ്റൊന്ന് ഞാൻ പറയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയും, ദീന്, നമ്മളൊക്കെ ഇതിൽ ശരിയായ തൗഹീദും ദീനും ഉൾക്കൊണ്ട് നല്ല വിശ്വാസികളായി ജീവിക്കുന്ന ആളുകളാണ്. സുഹൃത്തുക്കൾ, വെറുതെ ആലോചിക്കുക, എന്തേലും പ്രയോജനമുണ്ടോ? കാരണം എന്താ അറിയോ? ഏറ്റവും വലിയ സൊല്യൂഷൻ, ജീവിതത്തിലെ എന്ത് പ്രശ്നത്തിനുള്ള പരിഹാരമാണ് യഥാർത്ഥത്തിൽ ദീന് എന്ന് പറഞ്ഞാൽ. എന്ത് പ്രശ്നത്തിനും പരിഹാരമാണ്, ഒരു സംശയമൊക്കെ വേണ്ട. ഞാൻ എൻ്റെ ഒരു മഹത്വത്തിന് വേണ്ടി പറയല്ല. ആൾക്കാരെന്ത് വെച്ചാൽ നമ്മൾ ഈ ജീവിത സംബന്ധമായ കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ജീവിത പ്രതിസന്ധികൾ വരുന്ന പല ആളുകളും നമ്മളെ വിളിക്കും. അപ്പോൾ വിളിച്ചിട്ട് അവർ എന്ത് പ്രശ്നം പറഞ്ഞാലും, ഞാൻ പറഞ്ഞു, എന്ത് പ്രശ്നം പറഞ്ഞാലും ആ പ്രശ്നത്തിനൊരു പരിഹാരം പറയാൻ എന്തു ചെയ്യും? നമുക്ക് പറ്റില്ലെങ്കിൽ ദീനിയായിട്ടുള്ള സൈറ്റുകളിൽ പോയി ഒന്ന് ക്വസ്റ്റ്യൻ അടിച്ച് അന്വേഷിച്ചിട്ടെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഇത്രമാത്രം ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ള ഒരു ദീൻ കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇത് നമുക്കൊരു പരിഹാരമായിട്ടുണ്ടോ? നമുക്കൊരു പരിഹാരമായോ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ടെൻഷൻ, മാനസിക വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ നമുക്ക് പരിഹരിച്ചൊരു മനസ്സമാധാനം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇവിടെ ഒരു മനസ്സമാധാനവും മനസ്സന്തോഷവും ഇതുകൊണ്ട് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കണം. കാരണം അത് കിട്ടണമെങ്കിൽ ഏറ്റവും അടിസ്ഥാനപരമായി വേണ്ട ഒരു കാര്യം എന്താ പറയുക, നമ്മളതിനെന്തെങ്കിലും കുറച്ച് സമയം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയിരുന്ന്, അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇട്ട്, അല്ലെങ്കിൽ കുറച്ചൊരു ദിക്റില്, അതൊക്കെ ആവശ്യമാണ്, ഞാൻ അല്ല എന്ന് പറയണില്ല. പക്ഷെ സുഹൃത്തുക്കൾ, അതൊക്കെ ഒരു മരത്തിൻ്റെ ചില്ലകളാണ്, ശാഖകളാണ്, ശിഖരങ്ങളാണ്. പക്ഷെ ആ മരത്തിൻ്റെ നിലനിൽപ്പാണ് പ്രശ്നം. നമ്മുടെ ഓരോ വ്യക്തികളുടെയും നിലനിൽപ്പ്, അസ്തിത്വം നമുക്ക് നിലനിൽക്കണം. പ്രതിസന്ധികളെ അതിജീവിച്ച്, പ്രയാസങ്ങളെ അതിജീവിച്ച് നമുക്ക് നിലനിൽക്കണം. നിലനിൽക്കാൻ വേണ്ടത് എന്താണെന്ന് അറിയുങ്ങൾ? നിലനിൽക്കാൻ വേണ്ടത് വിശ്വാസമാണ്. വിശ്വാസം ശരിയാവാതെ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ പറ്റാറിങ്ങൾ? നിലനിൽക്കാൻ പറ്റൂല. അതാണ് നിലനിന്ന്. ഇത് എന്തൊരു പ്രതിസന്ധിയോ പ്രയാസമോ ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ
ആ ബുദ്ധിമുട്ടുകളിലും പ്രയാസങ്ങളിലും നമുക്ക് എന്താണ് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസം ശരിയാവണം. നമ്മളൊക്കെ പലപ്പോഴും എന്താ വെച്ചാൽ അവിടുന്ന് ഹുത്തുബ, അവിടുന്ന് പ്രസംഗം ഒക്കെ കേട്ടിട്ടുള്ള അവിടുന്നൊക്കെയുള്ള എന്തൊക്കെയോ വിവരങ്ങൾ മനസ്സിൽ ചേർത്ത് നമ്മൾ ഉണ്ടാക്കിയ ഒരു ധാരണയാണ് നമ്മുടെ എല്ലാ മനസ്സിലുള്ള ദീൻ എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞത് അത് അപൂർണമാണെന്ന് പറയാനല്ല, പക്ഷെ നമ്മളെ ഈമാൻ ഉണ്ടല്ലോ, അത് ശരിക്കും നമ്മൾ ശരിയാക്കി എടുക്കേണ്ട വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ഉദാഹരണമാണ് അള്ളാഹു കലിമത്തു തൗഹീദിനെ അല്ലെങ്കിൽ വിശ്വാസത്തെ, ഈമാനിനെ അള്ളാഹു ഉപമിച്ചത് ഒരു മരത്തോടാണ്. ആ മരത്തെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഒന്നാമത് പറഞ്ഞ് അസ്ലുഹ സാബിത് എന്നാണ്. അതിൻ്റെ അസ്ലു എത്ര ഉയർന്നു നിൽക്കുന്ന വലിയ വടവൃക്ഷമാണെങ്കിലും വീണ് പോണില്ലല്ലോ സുഹൃത്തുക്കളെ. അതൊരു അത്ഭുതം തന്നെയല്ലേ. അത്ര ഉയരത്തിൽ അത്ര ഭാരമുള്ള കൊമ്പുകളെ താങ്ങി നിന്നിട്ടും അത് വീഴാത്തത് എന്താ? അതിൻ്റെ വേരിൻ്റെ കരുത്തന്നെയല്ലേ. അപ്പം വേരാണ് വേണ്ടത്. വിശ്വാസം എന്നത് വേരാണ്. ആ വേര് വേണം. ഹബീസത്തായ മരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഏതാണ് സുഹൃത്തുക്കളെ? ഭൂമിയിൽ ഉറച്ചു നിൽക്കാത്തതാണ്. അപ്പോൾ അള്ളാഹു അവിടെ പറഞ്ഞ ഉപമൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം തന്നെ അത് പിടിച്ചു നിൽക്കാൻ പറ്റണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും നമ്മളാണെങ്കിലും ഒക്കെ 5 നേരം നിസ്കരിക്കണു, എല്ലാ നിലക്കും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു, നമ്മൾ ഇസ്ലാമിക വേഷവിധാനങ്ങൾ സ്വീകരിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ പതറിപ്പോകുന്നു, നമുക്ക് തലവേദന വരുന്നു, പ്രശ്നങ്ങൾ വരുന്നു, പ്രയാസങ്ങൾ വരുന്നു, ജീവിക്കണമെന്ന് ആലോചിക്കുന്നു, ആകെ വലിയ മാരകമായ അസുഖങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സ്ട്രോക്ക് വരുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ അതൊന്നും വരുന്നത് ഈമാനുള്ളവർക്ക് വരൂല എന്ന് പറയാനല്ല. പക്ഷെ സത്യത്തിൽ എന്താ വെച്ചാൽ പ്രതിസന്ധി വരുമ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റണമെങ്കിൽ ശരിയായ വിശ്വാസം നമുക്ക് വേണം. അള്ളാഹുവിനെ കുറിച്ചുള്ള ശരിക്കുള്ള ബോധ്യം. അതൊക്കെ എന്താ നിങ്ങൾ അവിടെ ഇവിടെ ഇങ്ങനെ പോണ സമയത്ത് നമ്മൾ അരമണിക്കൂറോ 10 മിനിറ്റോ കേൾക്കണിന്ന് കിട്ടൂല. അതൊക്കെ നമ്മൾ ഫലം ശരിക്കും ഇരുന്ന് പഠിച്ച് മനസ്സിലാക്കുക തന്നെ വേണം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇനി പഠിക്കുന്ന കാര്യങ്ങൾ സൈറ്റുകളിലൊക്കെ കയറി പണ്ഡിതന്മാരൊക്കെ ഉള്ള ദർസുകൾ, അത് ഇംഗ്ലീഷിലോ അറബിയിലോ മലയാളത്തിലോ ഒക്കെ ഇപ്പോൾ യൂട്യൂബിൽ ലഭ്യമാണ്. ശരിക്കുള്ള നമ്മുടെ അഖീദ, വിശ്വാസം, അത് ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ഉൾക്കൊണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ നിൽക്കുമ്പോൾ ഒരു പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പിന്നെ സാറേ മനസ്സിൽ എന്തെങ്കിലും നമ്മുടെ ഈമാനിനെതിരെ എന്തെങ്കിലുമൊക്കെ തോന്നിയാൽ, വിശ്വാസത്തിനെതിരെ വല്ല തോന്നലൊക്കെ മനസ്സിൽ വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതിന് ഇസ്തിഗ്ഫാർ നടത്തുകയാണോ, പാപമോചനം തേടുകയാണോ വേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുകയാണോ വേണ്ടത് എന്ന് വളരെ ദയനീയമായിട്ടും വളരെ ടെൻഷനോട് കൂടെയാണോ എന്ന് ചോദിക്കണത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, പിന്നെ അവൻ എന്താ സംശയം എന്ന് ചോദിച്ചാൽ സംശയത്തിൻ്റെ മറുപടികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ആദ്യത്തെ ഒരു വിഷയം എന്താണെന്ന് വിചാരിച്ചാൽ ഇസ്ലാം ആത്യന്തികമായി ശരിയാണ്, അത് 100% ദൈവികമാണ്, അത് അള്ളാൻ്റെ അടുക്കെന്നുള്ളതാണ്, അതിലൊരു തെറ്റുമില്ല എന്ന് ഒരു സംശയമില്ലാതെ മനസ്സിൽ ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അപ്പം അത് ബോധ്യപ്പെട്ട ഒരാൾക്ക് ഇനിയിപ്പോൾ ഒരു യുക്തിവാദിയോ ഒരു നിരീശ്വരവാദി ഒരു പോസ്റ്റർ ഇട്ടു, അല്ലെങ്കിൽ ഒരു ഹദീസിനെ കുറിച്ചൊരു വർത്തമാനം കേട്ടു, അല്ലെങ്കിൽ ദീനിനെ കുറിച്ച് ആരെങ്കിലും ഒരു സംശയം ഉണ്ടാക്കി, പക്ഷെ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ? നമുക്കൊരു ഉറപ്പുണ്ട്, എന്ത്? ഇത് സത്യമാണ്, ഇത് 100% ശരിയാണ്. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നാൽ നമ്മളെന്താ വിചാരിക്കുക? ആ കൺഫ്യൂഷൻ എനിക്കറിയാത്തത് കൊണ്ടാണ്. അപ്പം അത് അറിയണ ഒരാളോട് ഞാൻ ചോദിക്കണതോട് കൂടെ എന്ത് ചെയ്തു? എനിക്കത് തീരും. എന്നാൽ അടിസ്ഥാനപരമായി ഇസ്ലാം ബോധ്യപ്പെടാത്ത ഒരാൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായാലോ, അപ്പം നിസ്കാരം നിർത്തും, പരിപാടിയൊക്കെ നിർത്തും, വന്നിട്ട് പറയും ഇതിനൊരു കഥയില്ല, ഇതൊക്കെ ഇപ്പം എനിക്കറിയാം എന്ന് പറഞ്ഞ ആ സമയം. അതാണ് ഇപ്പം ഇന്ന് സംഭവിച്ചത്. ഇന്ന് അത്തരം ചില ആശയങ്ങൾ കേൾക്കുമ്പോഴേക്കും മനസ്സു മാറി, ദീനിന്ന് മാറി എന്താണ് വേറെ വഴികളിലേക്ക് പോകുന്ന ആൾക്കാരെ പ്രശ്നം എന്താ വെച്ചാൽ അവർക്കൊരു ചെറിയ കൺഫ്യൂഷൻ വന്നാൽ മതി. നമുക്ക് എന്ത് കൺഫ്യൂഷൻ വന്നാലും നമ്മൾ പറയും ഇസ്ലാം ശരിയാണ്, എനിക്കറിയാത്തതുകൊണ്ടാണ്, എനിക്കതിൻ്റെ ആശയം അറിയില്ല, എനിക്കതിൻ്റെ അർത്ഥം അറിയില്ല, എനിക്കതിൻ്റെ വ്യാഖ്യാനം അറിയില്ല. അങ്ങനെ ഒരു വിശ്വാസി വിചാരിക്കുള്ളൂ. അതെന്തുകൊണ്ടാണ്? അസ്ലുഹ സാബിത്താണ്. നമ്മൾ എന്താണോ മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്, അത് നമുക്ക് ശരിക്കും ബോധ്യപ്പെട്ടു. അത് ബോധ്യപ്പെടാത്ത ഇസ്ലാം കൊണ്ട് പ്രത്യേകിച്ച് കാര്യം ഉണ്ടാവില്ല. ഒരു തീരുമാനം എടുക്കുകയാണ്, ഒരു സാമ്പത്തികമായൊരു തീരുമാനം എടുക്കുകയാണ്, മനസ്സിലായി? ഇപ്പോൾ 2 ലക്ഷം രൂപ മാസം വരുമാനം കിട്ടുന്ന ഒരാൾ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരും 2 ലക്ഷം രൂപ, ഒരു ബിസിനസ് പറഞ്ഞു. അപ്പം അദ്ദേഹം ആ ബിസിനസ് ശരിയല്ല എന്നൊരു പണ്ഡിതൻ സംസാരത്തിൽ കേട്ട ബിസിനസ് ശരിയല്ല. അപ്പം അത് ആ ബിസിനസ് ശരിയല്ല
എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. പക്ഷേ ആ ബിസിനസ്സിൽ നിന്ന് അയാൾ അന്നു രാജിവെച്ചാൽ പിന്നെ ഒരു പൈസ അയാൾക്കില്ല, അതിന് പെൻഷനില്ല, ഒരു പൈസ അയാൾക്ക് വരില്ല. പക്ഷെ അയാൾ ഒരു സംശയമില്ലാതെ ആ ജോലി ഒഴിവാക്കി. ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്യാൻ ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് ഞാനിങ്ങനെ ഒഴിവാക്കുകയാണ്, ഇതിങ്ങനെ തെറ്റാന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഒഴിവാക്കി. അതെന്താ ഒഴിവാക്കാൻ പറ്റുന്നത്? ഒഴിവാക്കാൻ പറ്റുന്ന അസ്ലുഹ സാബിത്താണ്. വിശ്വാസം എന്താണ്? വേരുള്ളതാണ്, എവിടെയും പതറൂല. ഞാൻ പറഞ്ഞ നമുക്കെന്തില്ല, എന്തും ആവാം, എവിടെയും പോവാം, ആരുമാകാം. ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പൂർണ്ണമായും ഇസ്ലാം നിഷേധിക്കുന്ന ഒരു വ്യക്തിയുടെ റോളിൽ നമുക്ക് വരാൻ പറ്റും. എന്തുകൊണ്ടാണ് വരാൻ പറ്റുന്നത് സുഹൃത്തുക്കളെ? എന്തുകൊണ്ടാണ് വരാൻ പറ്റുന്നത്? അസ്ലുഹാ സാബിത്ത് അല്ല, ഭൂമിന്റെ മുകളിൽ വേരുകൾ അടർന്നു നിൽക്കുന്ന, വീണ് കിടക്കുന്ന ഒരു മരമാണ് നാം. നമുക്ക് ഒരു പ്രതിസന്ധിയെയും, ദീനിന് വേണ്ടിയാവട്ടെ നമ്മുടെ ഭൗതിക ജീവിതത്തിന് വേണ്ടിയാവട്ടെ, ഒരു പ്രതിസന്ധികളെയും തരണം ചെയ്യില്ല, ഒരു പ്രലോഭനങ്ങളെയും അതിജീവിക്കാൻ പറ്റൂല, ഒരു പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പറ്റൂല. എവിടേക്കാണോ കാറ്റ് നമ്മളെ നയിക്കുന്നത് ആ ദിശയിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ഈ ഒരു ഇസ്ലാം എന്ന വഴിയിൽ ജീവിക്കുകയാണെങ്കിൽ എനിക്ക് നിങ്ങളോടുള്ള വിനീതമായ അപേക്ഷ, അസ്ലുഹ സാബിത്ത്, നമ്മൾ നമ്മുടെ വിശ്വാസം ശരിയായി ഉറപ്പിക്കണം. ശരിയായ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് ദീന് കൊണ്ട് ഒരു പ്രയോജനമല്ല, യാതൊരു സംശയമല്ല. എന്താ അള്ളാഹ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ? ഇത്രയൊക്കെ ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എത്ര ചോദിച്ചു, ഹറമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ എത്ര സംഖ്യ സ്വതക്ക കൊടുത്തു, അള്ളാഹിൻ്റെ സർവ്വനാമങ്ങളും വെച്ച് ഞാൻ ദ്വാരുന്നു, എന്താ പഠിച്ചു എനിക്ക് തരാത്തത്? അത് മാത്രം മതി അവിടെ വിശ്വാസത്തിന് വ്യതിയാനം സംഭവിക്കാൻ. പക്ഷെ അള്ളാഹ് ഉണ്ട് എന്നുള്ളത് പരീക്ഷണ ഘട്ടങ്ങളിൽ ഉത്തരം കിട്ടുമ്പോൾ അല്ലല്ലോ മനസ്സിലാവുന്നത്. അള്ളാഹ് ഉണ്ട് എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മൾ വിശ്വാസിയായത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥന നിരാകരിക്കപ്പെട്ടു എന്ന് തോന്നുമ്പോഴേക്കും നമ്മുടെ വിശ്വാസത്തിൽ തകരാറ് സംഭവിക്കൂല, ആദ്യത്തെ വിശ്വാസം വേരുറച്ചതാണെങ്കിൽ. അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു, ആത്മാർത്ഥമായിരിക്കണം. രണ്ടാമത്തത്, നമ്മുടെ പ്രവർത്തനങ്ങൾ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്നറിയോ? നമ്മൾ അസ്ൽ, എങ്കിലേ ദീന് കൊണ്ടൊരു പ്രയോജനം നമുക്കുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ യാതൊരു പ്രയോജനവും നമുക്കതുകൊണ്ടാവില്ല. നിറച്ച് കായ്കളും കനികളും ശിഖരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മരം കാറ്റത്ത് തലകുത്തി വീണാൽ സുഹൃത്തുക്കളെ, ആ മരം കൊണ്ട് എന്ത് പ്രയോജനമുള്ളത്? എന്തിനും പ്രയോജനമുണ്ട്? ഇനി ഒരു ഫലവും തരുന്നില്ലെങ്കിൽ പോലും നിലനിൽക്കാൻ പറ്റണ്ടേ? ആ മരത്തിന് നിലനിൽക്കാൻ പറ്റണ്ടേ? നിലനിൽക്കാൻ പറ്റാത്ത ഒരു മരത്തെ കൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമ്മൾ നിലനിൽക്കണം. അത് നമ്മുടെ വിശ്വാസം കൊണ്ടേ പറ്റുള്ളൂ. അത് ശരിയാവണം സുഹൃത്തുക്കളെ. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുക എന്നുള്ള ഒരു സംഗതി ഉണ്ട്. ഈ ദീന് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ള ഒരു സംഗതി ഉണ്ട്. ആ ബോധ്യപ്പെടുക എന്നുള്ള ഒരു ഘട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെ മനസ്സിലാക്കുക? നിങ്ങൾ രണ്ട് അടയാളങ്ങളാണ് പറഞ്ഞത്. നമ്മൾക്ക് ഈ ദീന് ബോധ്യപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വെച്ചാൽ, ഈ ദീന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രണ്ടു കാര്യം നമ്മളിൽ കാണും. എന്താ രണ്ടു കാര്യം? ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനു ബില്ലാഹി വറസൂലി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിച്ചവർ മാത്രമാണ് വിശ്വാസി. യഥാർത്ഥ വിശ്വാസി ആരാണെന്നാണ് ഇനി പറയാൻ പോണത്. അള്ളാഹുലും റസൂലും ശരിക്കും അവർ വിശ്വസിച്ചു. തുമ്മലം യർതാബു, പിന്നെ ഒരു സംശയം, ഒരു ഡൗട്ടുമില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ പറയല്ല. കുറേ ആൾക്കാരും തരും, കുറേ സംശയങ്ങൾ മനസ്സിലുണ്ട്. ആ സംശയങ്ങൾക്കൊന്നും ഉത്തരം ഉണ്ടാവില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സംശയത്തിൽ അങ്ങനെ ജീവിച്ചു പോവുക. ആ സംശയത്തിൽ ജീവിച്ച് പോയിട്ട് ഒരു കാര്യമില്ല സുഹൃത്തുക്കളെ. ഇനി ആ സംശയമൊക്കെ തീർന്ന ആളാണെങ്കിൽ അയാളിൽ രണ്ട് കാര്യം കാണും. ഒന്ന്, അയാൾക്ക് എന്താ അറിയോ? ജീവനം കൊടുക്കേണ്ടി വന്നാൽ അയാൾ അള്ളാഹ്ക്കാണ് കൊടുക്കും ജീവൻ. ഏറ്റവും വിലപ്പെട്ടല്ലേ സുഹൃത്തുക്കളെ ജീവൻ. ആ ജീവൻ നമ്മളോട് കൊടുക്കും. ജീവൻ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതം അർപ്പിക്കാനാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ജീവൻ കൊടുക്കുക.
പിന്നെ ഒന്ന് പണം കൊടുക്കുക. പണം കൊടുക്കുക. അപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മൾ ദീൻ്റെ ആൾക്കാരാണ്, നമുക്ക് ദീനിന് വേണ്ടി സമയം കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായതാണല്ലോ. ഞാൻ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ എനിക്കൊരു ദിവസം. ആ 24 മണിക്കൂർ ഞാൻ എന്തിന് നീക്കി വെക്കുന്നു എന്നതാണല്ലോ ഞാൻ. അതല്ലേ ഞാൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുഹൃത്തുക്കളെ, 5 നേരം പള്ളിക്ക് ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവുക, എന്ത് തടസ്സം? എന്താ തടസ്സം? നമുക്ക് പറ്റുന്നുണ്ടോ? 5 നേരം പള്ളിക്കന്നേ ഒരു പുരുഷനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹു 5 നേരം എല്ലാ സൗകര്യങ്ങളും തിരക്കും ഒക്കെ തന്ന് അള്ള നോക്കണ ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകുമോ നോക്കണ്. അതിന് നമുക്ക് പറ്റണില്ല. എന്താ പറ്റാത്തത്? ജീവൻ കൊടുക്കണ്ട, നമ്മുടെ സമയം, വളരെ ചുരുങ്ങിയൊരു സമയം, അത് കൊടുക്കാൻ, അർപ്പിക്കാൻ, എടുത്താണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. അത് വിശ്വാസം സത്യസന്ധമാണെങ്കിൽ പറ്റും. മറ്റൊന്ന് പണമാണ്, പൈസയാണ്. പണം കൊടുക്കുക പറഞ്ഞാൽ എന്താ നിങ്ങൾ, നമ്മളൊന്നും പൈസ ഉണ്ടായിട്ടല്ല ചെയ്യണം. നമ്മൾ വീടുണ്ടാക്കിയത് പണം ഉണ്ടായിട്ടാ അല്ല, പണം ഉണ്ടാക്കി വീടുണ്ടാക്കിയാണ് നമ്മൾ, അല്ലേ? നമ്മൾ വലിയ വാഹനം വാങ്ങിയത് പണം ഉണ്ടായിട്ടാ? വാഹനത്തിന് വേണ്ടി പണം അറേഞ്ച് ചെയ്തതാണ് നമ്മൾ. എൻ്റെ സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ പണം കയ്യിൽ വന്നു പോയിട്ട് നമ്മൾ ആരെങ്കിലും ഒരു നല്ല കാര്യത്തിന് വേണ്ടി കുറച്ച് പണം അറേഞ്ച് ചെയ്തോ? നമ്മുടെ പോക്കറ്റിലുള്ള പൈസ എടുത്ത് കൊടുക്കണമല്ല, നമ്മുടെ അക്കൗണ്ടിൽ ഒരു കേടും പറ്റാതെ നമ്മൾ പിൻവലിച്ച 1000-ഓ 10,000-ഓ അല്ല. ഞാനിങ്ങനെ ചിന്തിക്കുക, ഒരു പ്രദേശത്ത് ഒരു പള്ളിക്ക് വേണ്ടി റോഡ് സൈഡിൽ ഒരു സ്ഥലം വാങ്ങി ഒരു പള്ളി ഉണ്ടാക്കുകയാണ്. അപ്പോൾ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ച് പള്ളിൻ്റെ ഒരു പ്ലാന്. അപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ടാവില്ല, ദീനിൻ്റെ ആളുകളാണ് നിൽക്കുന്ന പ്രവർത്തകന്മാരുണ്ടാവും. അപ്പോൾ ഞങ്ങളോടൊക്കെ പറയും, ആരെങ്കിലുമൊക്കെ ഒരു പള്ളി സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു പള്ളി വേണം എന്ന് പറഞ്ഞ് പ്ലാൻ കൊടുന്നു. അങ്ങനെ എന്നെപ്പോലത്തെ ഒരാളെടുത്ത്, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഒരാൾ പള്ളിൻ്റെ ഒരു പ്ലാൻ കൊടുത്തു. പള്ളിൻ്റെ പ്ലാൻ കൊടുത്തപ്പോൾ ആ പ്ലാൻ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അയാൾ പറഞ്ഞു, പള്ളി നിങ്ങൾക്ക് ഉണ്ടായിക്കോളും. അപ്പോഴും ആ നാട്ടിൽ വിചാരിക്കണ ഈ പള്ളി ഇയാൾ എവിടുന്നേലൊക്കെ മുതലാളിമാരെ അറബികളൊക്കെ കണ്ട് സംഘടിപ്പിച്ച് തരുന്നതാണ്. അങ്ങനെ പള്ളിൻ്റെ പണികൾ തുടങ്ങിക്കൊള്ളിയാണ്. ഞാൻ പറഞ്ഞേ, അയാളുടെ ശമ്പളത്തിൽ നിന്ന് അയാൾ എങ്ങനെയാണോ വീടുണ്ടാക്കിയത് അതുപോലെ അയാൾ ആ പള്ളിയാണ് പൂർത്തിയാക്കി കൊടുത്തു. ഒരു പക്ഷെ ആ നാട്ടിലുള്ളവർക്കും ആ പള്ളി അങ്ങനെയാണ് വന്നതെന്ന് അറിയില്ല, പക്ഷെ എനിക്കറിയും ആ പള്ളി അങ്ങനെയാണ് ഉണ്ടാക്കിയത്, എനിക്കറിയും. ഞാൻ ചോദിക്കണ സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ ലക്ഷങ്ങൾ കയ്യിലൂടെ വന്നു പോയിട്ടും അറേഞ്ച് ചെയ്തിട്ടൊരു ദീനി കാര്യം ഞാനോ നിങ്ങളോ ചെയ്തിട്ടുണ്ടോ? ആത്മാർത്ഥമായി ചോദിക്ക്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലി തുമ്മ ലം യർതാബു വജാഹദൂ ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. അവരാണ് സത്യസന്ധന്മാർ. അവരെ അവരുടെ വിശ്വാസത്തിൽ സത്യസന്ധത പുലർത്തിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പറയണത്, നമ്മുടെ വിശ്വാസത്തിൽ നാം സത്യസന്ധത പുലർത്തണം. സത്യസന്ധമാണോ എന്ന് നാം നമ്മെക്കുറിച്ച് ആത്മവിചാരണ നടത്തണം. അല്ലെങ്കിൽ നമ്മൾ മാറണം. നാം സത്യസന്ധനായ ഒരു വിശ്വാസിയാവാൻ നമ്മൾ പരിശ്രമിക്കണം. ഒരു സത്യസന്ധനായ ഒരു വിശ്വാസിയാകാൻ നമ്മൾ പരിശ്രമിക്കണം. അതാണ് വേണ്ടത് സുഹൃത്തുക്കളെ. ഞാൻ പറഞ്ഞത്, നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ, ഉണ്ടാവും. നമുക്കറിയില്ലേ, നല്ലൊരു ചായ കുടിക്കുമ്പോൾ, നല്ലൊരു ചായപ്പൊടി ഉപയോഗിച്ചൊരു ചായ കുടിക്കുമ്പോൾ പോലും ആ ചായപ്പൊടിയുടെ ഗുണമേന്മ ആ ചായയിൽ പ്രതിഫലിക്കും. എന്നങ്ങൾ മനസ്സിലാക്കിക്കോളെയും. ഈ ദീനിൻ്റെ എല്ലാ കാര്യവും അള്ളാൻ്റെ അടുക്കെന്ന് വന്നാണ്. അത് 100% ഗുണമേന്മയുള്ളതാണ്. അത് ഏത് വ്യക്തി ദീനിൽ നിന്ന് ഈ ഒരു നിസ്സാര കാര്യത്തെ ജീവിതത്തോട് ചേർത്ത് വെച്ചാലും അയാൾക്ക് അതിൻ്റെ ഒരു ഗുണം, ഒരനുഭവം ഉണ്ടാവും. ഒരു സംശയം വേണ്ട. ആ അനുഭവത്തെ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ വിശദീകരിച്ചത് വെളിച്ചത്തോടാണ്. വെളിച്ചം, പ്രകാശം, വെളിച്ചമാണ്. അതായത് ഹൃദയം എന്ന് പറയുന്നത് വിളക്കുമാടം. ആ വിളക്കുമാടത്തിൽ വെച്ച ഒരു വെളിച്ചമാണ്, വിളക്കാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത്. അള്ളാഹു ഭൂമിക്കിറക്കിയ എല്ലാ കാര്യം, ഒരു ദിക്ർ ചെല്ലിയാലും നിസ്കരിച്ചാലും ഒരു നല്ലൊരു പെരുമാറ്റം പെരുമാറിയാലും വിശക്കുന്ന ഒരാൾക്കൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്താലും എല്ലാം നമ്മുടെ ഹൃദയം ഇങ്ങനെ പ്രോജ്വലമായി തെളിഞ്ഞ് അതിൻ്റെ ബ്രൈറ്റ്നസ് വർദ്ധിച്ചു വരും.
അല്ലാഹു നൂറുസ്സമാവാതി വൽ അർദ്. സൂര്യനും ചന്ദ്രനുമെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന പ്രകാശങ്ങളാണെങ്കിൽ ആശയപരമായ പ്രകാശമാണ് നമ്മുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ഈമാൻ, വിശ്വാസം. വല്ലാത്തൊരു സന്തോഷമാണ്. യഹ്ദില്ലാഹു ലിനൂരിഹി മയ്യശാ. ആ വെളിച്ചം അല്ലാഹ് ഹൃദയത്തിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് നൽകും. നൂറുൻ അലാ നൂർ, വെളിച്ചത്തിന് മേൽ വെളിച്ചം. മനസ്സിലൊരു സന്തോഷം. യഥാർത്ഥ ദീൻ കൊണ്ടടക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരാത്മസംതൃപ്തി, ഒരാഹ്ലാദം, സന്തോഷം, അത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരും. ഓരോ നന്മകൾ ചെയ്യുമ്പോഴും അത് നമുക്ക് കൂടുതൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സന്തോഷം നമുക്ക് ലഭിക്കത്തക്ക വിധത്തിൽ ഗുണമേന്മയുള്ളതാണ്. ഇതിലെ നിസ്കരിച്ചാൽ കിട്ടും, നോമ്പോറ്റ കിട്ടും, ഹജ്ജ് ചെയ്താൽ കിട്ടും, ദിക്റില്ലേ കിട്ടും. പക്ഷെ കിട്ടണില്ലെങ്കിലോ നമ്മുടെ ഹൃദയത്തിൽ പ്രതിഫലനങ്ങളില്ല. അത് എന്തിന് തകരാറാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ തകരാറാണ്. നമ്മൾ ചെയ്യുന്ന അള്ളാഹു തന്ന നിർദ്ദേശങ്ങളുടെ തകരാറല്ല. അതുകൊണ്ട് ഇതൊക്കെ ആസ്വദിച്ചും അനുഭവിച്ചും പ്രവർത്തിക്കാൻ നമുക്ക് പറ്റണം. സുഹൃത്തുക്കളെ, ലക്ഷ്യം വളരെ വലുതാണ്. നമ്മൾ പറയും ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിൽ എന്നെ ചേർക്കണേ, അല്ലെങ്കിൽ ശരിയായ പാതയിലൂടെ എന്നെ. മാർഗമെന്ന് പറയുമ്പോൾ അതിനൊരു ലക്ഷ്യം ഉണ്ടാവില്ലേ? അപ്പോൾ ശരിയായ മാർഗം എന്ന് പറഞ്ഞാൽ എവിടേക്കത് എത്തുക? അൽ മൂസിലത്തു ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ അൽ മൂസിലത്തു ഇലല്ലാ, അള്ളാഹുലേക്ക് എത്തുന്ന വഴിക്കാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറച്ച് നേരായ മാർഗം എന്ന് പറയും. സുഹൃത്തുക്കളെ, സ്വർഗം അതുള്ളതാണ്, യാതൊരു സംശയവും വേണ്ട. സ്വർഗത്തിലെത്തുന്ന ആളുകൾ പറയുന്ന ഒരു വാക്ക്, ഖുർആൻ എന്നൊരു വാക്ക്, സ്വർഗത്തിലെ മുഴുവൻ ആയത്തൊന്നും എടുത്ത് വായിക്കണ്ട, ഒരു വാക്ക്, വഖാലുൽ ഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നൽ ഹസൻ. നല്ല കൈവളകളും പട്ടുകളും ഒക്കെയുള്ള സ്വർഗത്തിൻ്റെ ആർഭാട ജീവിതത്തിൽ സന്തോഷം കൊള്ളുമ്പോൾ ആ സ്വർഗക്കാരൻ പറയാണ് വഖാലുൽ ഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവിൻ്റെ സർവസ്തുതി, അദ്ഹബ അന്നൽ ഹസൻ, ദുഃഖങ്ങളെ നീക്കി തന്നവൻ. ഇമാം നാസിർ സഅദി റഹ്മഹുല്ലാ ആ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞു, ദുഃഖങ്ങളെ നീക്കി എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും പോയി എന്നാണ്, എല്ലാ ദുഃഖങ്ങളും നീങ്ങിനാണ്. എല്ലാ ദുഃഖം നീങ്ങി പറഞ്ഞാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതൊക്കെ ദുഃഖങ്ങളാണ്. നമ്മുടെ ദാമ്പത്യത്തിലൊരു സംതൃപ്തി കുറവുണ്ടെങ്കിൽ അതൊരു ദുഃഖമാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ നേടാതെ പോയാൽ അതൊരു ദുഃഖമാണ്. നമുക്ക് വിശക്കുന്നുണ്ടോ? അതൊരു ദുഃഖമാണ്. എല്ലാം ദുഃഖമാണെന്നാണ്. ഒരു ദുഃഖമല്ല പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല എന്ന് അതിൻ്റെ അർത്ഥം. ഒരു പ്രശ്നമില്ലാത്തൊരവസ്ഥകൾ ആലോചിച്ച് നോക്കണമെങ്കിൽ അദ്ഹബ അന്നൽ ഹസൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെക്കുറിച്ചും അയാൾക്കൊരു നെഗറ്റീവായി ചിന്തിക്കേണ്ടി വരാവുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല. അതാണ് ഹസൻ. ദുഃഖമെന്ന് പറയുമ്പോൾ ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരില്ല. ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ, ഞങ്ങളുടെ റബ്ബൊക്കെ പൊറുക്കുന്നവനും അത്യധികം നന്ദി ചെയ്യുന്നവനുമാകുന്നു. അല്ലദീ അഹല്ലനാ ദാറൽ മുഖാമതി മിൻ ഫദ്ലി, സ്ഥിര താമസത്തിൻ്റെ വീട്ടിൽ അവൻ ഞങ്ങളെ താമസിപ്പിച്ചിരിക്കുകയാണ് അവൻ്റെ ഔദാര്യത്തിൽ. ലാ യമസ്സുനാ ഫീഹാ നസബുൻ വലാ യമസ്സുനാ ഫീഹാ ലൂബ്, ഒരു ക്ഷീണമില്ല, ഒരു വിഷമമില്ല, ദുഃഖമില്ല, ഒന്നുമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ആലോചിച്ച് നോക്കണേ നിങ്ങൾ, എല്ലാ അർത്ഥത്തിലും സമ്പൂർണമായ ആസ്വാദകരമായ ഒരു ജീവിതം, അതല്ലേ സ്വർഗം. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിക്ക് വരണ്ടേ നമ്മുടെ മനസ്സിക്ക്. അത് നമ്മൾ ആഗ്രഹിക്കണ്ടേ, അതിനുവേണ്ടി നമ്മൾ പ്ലാൻ ചെയ്യണ്ടേ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണ്ടേ. നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട, ആലോചിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് പെട്ടെന്ന് തീരും, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കോവിഡ് കഴിഞ്ഞു, നിങ്ങൾക്കറിയാം മരണം നമ്മുടെയൊക്കെ അടുത്തിലൂടെ പോയില്ലേ. നമ്മുടെയൊക്കെ തൊട്ടടുത്ത എത്ര പ്രാവശ്യം വന്നു പോയി മരണം, മനസ്സിലായി. അത് ആ മരണത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മളെ ഒഴിവാക്കി തന്നു. കാരണം നമ്മളെപ്പോലെ നടന്നിരുന്ന പല ആളുകളും ഒരിക്കലും അപ്രതീക്ഷിതമായി എന്ത് ചെയ്തു, ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മളെ വിട്ടു പോയി. നമ്മളെ എന്തിനെ പടച്ചോൻ ബാക്കിയാക്കിയത്? ആ ബാക്കിയാക്കിയതിൻ്റെ പിന്നിൽ നമ്മുടെ യാതൊരു യോഗ്യതയും അതിലില്ല. ആരും പറയില്ല എൻ്റെ ശ്രദ്ധ കൊണ്ടും എൻ്റെ സൂക്ഷ്മത കൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ബാക്കിയായതെന്നൊന്നും ഒരാളും പറയില്ല. മറിച്ച് എന്താ വെച്ചാൽ കുറഞ്ഞൊരു സമയവും കൂടി നമുക്ക് പടച്ചോൻ തന്നു നോക്കുകയാണ്, ഒരവസരം കൂടെ തന്നു നോക്കുകയാണ്. ആ തന്നു നോക്കുന്ന അവസരത്തെ പൂർണ്ണമായും വിനിയോഗിക്കുവാനുള്ള
സുഹൃത്തുക്കളെ, ഒരു സന്ദർഭമായി ഇനിയുള്ള ജീവിതത്തെ നമ്മൾ കാണണം എന്നാണ് പറയാനുള്ളത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾക്കായിട്ടൊരു വേദി, അതാണ് ഈ ഒരു നമ്മുടെ ഫോക്കസ് പറഞ്ഞാൽ നമ്മൾക്കായിട്ടൊരു വേദി. നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ദീനിയായ കാര്യം, നിങ്ങളുടെ ഭാര്യമാർക്ക്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ ഒക്കെ നമുക്ക് പ്രയോജനം കിട്ടാൻ, ദീനീ സംബന്ധമായ പ്രയോജനങ്ങൾ കിട്ടാനുള്ള ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഫോക്കസ് കൂട്ടായ്മ. അതുകൊണ്ട് അതിൻ്റെ പരിപാടികളിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും നിങ്ങൾ ഉണ്ടാവണം. ഈ സന്ദർഭത്തിൽ നമുക്ക് ഏവർക്കും ചെയ്യാനുള്ള വലിയൊരു ദൗത്യം, നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ദൗത്യമാണ് നമ്മുടെ 8-9 പരിപാടി. ഇൻഷാ അല്ലാഹ് നമ്മുടെ താജുദ്ദീൻ സലാഹി ഇവിടെ സംസാരിക്കാൻ പ്രൊഫൈസിനെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തി നമ്മുടെ സംസാരിക്കുക. ഒരു പുതിയ സംരംഭമാണ്, പെരിന്തൽമണ്ണയിലാണ് എന്നെ വേദിയാകുന്നത്. പ്രൊഫഷണലായ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു കോൺഫറൻസാണ് ഇൻഷാ അല്ലാഹ് നടക്കാൻ പോകുന്നത്. നമ്മളൊന്ന് ക്ഷണിച്ചു കൊടുത്താൽ മതി. അവിടുത്തെ ഭക്ഷണവും പന്തലും അവിടുത്തെ സൗകര്യമൊക്കെ എന്ത് ചെയ്യും, അതൊക്കെ സംഘാടകർ അറേഞ്ച് ചെയ്യും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, ആളുകൾ അവിടെ നിന്ന് എത്തിച്ചു കൊടുക്കുക. ഫാമിലി മീറ്റാണ്, കുടുംബ സംബന്ധമായ കാര്യങ്ങളാണ് കാര്യമായി ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഇനിയുള്ള വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടാകണം. ഫോൺ എടുക്കുമ്പോഴൊക്കെ, കോണ്ടാക്ട്സ് എടുക്കുമ്പോൾ ഒരു മെസ്സേജ് നിങ്ങളതായി പേഴ്സണലായി തയ്യാറാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വ്യക്തി പരിചയമുള്ള ആളുകൾക്ക് എപ്പോൾ ഫോൺ എടുക്കുമ്പോഴും ഒരാൾക്കെങ്കിലും നിങ്ങൾ ഇതിൻ്റെ ഒരു സന്ദേശം കൊടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. സുഹൃത്തുക്കളെ, എല്ലാ അവസരങ്ങളും തീർന്ന് നമ്മൾ ക്ഷുഭിതനായിട്ട് കാര്യമില്ല. എല്ലാ അവസരങ്ങളും തീർന്ന് ഇനിയൊന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ തിരക്കും ഒഴിഞ്ഞ് ആർക്കും വേണ്ടാത്തപ്പോൾ എന്തെങ്കിലുമൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതിനുള്ള ആരോഗ്യമോ പണമോ സൗകര്യമോ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടായിക്കോണമെന്നില്ല. അന്ന് നമ്മൾ ഒപ്പിടുന്ന ചെക്കിന് വില ഉണ്ടായിക്കോണമെന്നില്ല. അതുകൊണ്ട് സമയവും സന്ദർഭങ്ങളും അവസരങ്ങളും അവസാനിക്കും മുമ്പ് എന്തെങ്കിലും ചെയ്യാൻ ഞാനും നിങ്ങൾ തീരുമാനിക്കുക. അത്തരം നല്ല പ്രവർത്തനങ്ങളുമായി ശേഷിക്കുന്ന ജീവിതം പ്രയോജനകരമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ